ലോകത്തിന്റെ പ്രവാചകൻ വീണ്ടും ചോദിച്ചു, സഹാബത്തെ, ഏതായത്താ നിങ്ങളെ കണ്ണീരലാക്കിയത്? ഏതായത്താ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഓതിക്കൊടുത്ത ആയത്ത് ഇതായിരുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്നുവരെ ഒരു ജാറത്തിങ്കലും പോയി പ്രാർത്ഥിക്കാത്തവരെ, ഒരു മഖ്ബറയും മൂടാത്തവരെ, മന്ത്രിച്ചൂതുന്ന ഏലസിന് കാത്തു നിൽക്കാത്തവരെ, മുടിയിട്ട വെള്ളത്തിന് 10,000 ചെലവാക്കാത്തവരെ, ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെടാത്ത അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും ചെയ്യാത്തവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ അല്ലാഹുവിന്റെ നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളണം. നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോ ലോകത്തിന്റെ സിട്ടാവിന്റെ മുൻപിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, നമ്മളെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത കാര്യത്തെക്കുറിച്ച് അൽഹംദുലില്ലാഹ് ഇന്ന് പല രക്ഷിതാക്കൾക്കും ആ മറുപടി പറയാൻ സാധിക്കും. കാരണം വാപ്പ ജമാഅത്തിന് പള്ളിയിലുണ്ട്, ഉമ്മ ഖുർആൻ ക്ലാസ്സിന് പള്ളിയിലുണ്ട്, ഉമ്മ ഖുർആൻ ഓതുന്നുണ്ട്, വാപ്പ ഖുർആൻ ഓതുന്നുണ്ട്, അള്ളാന്റെ ദീനിനു വേണ്ടി രക്ഷിതാക്കൾ പണിയെടുക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ആയത്തിലൂടെ റബ്ബ് ചോദിച്ചൊരു ചോദ്യം, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെപ്പോലെ, വഅഹ്ലീകും നാറാ, നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, മക്കളെവിടെ? 2ഉം 3ഉമായിട്ട് റബ്ബ് തന്ന മക്കളെവിടെ? ഞാൻ ഖുർആൻ ഓതാറുണ്ട്, മക്കളെവിടെ? ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്, മക്കളെവിടെ? ഞാൻ പർദ്ദ ധരിക്കാറുണ്ട്, മാന്യമായി വസ്ത്രം ധരിക്കാതെ ഞാൻ ഒരു കല്യാണത്തിനും പുറത്തേക്കിറങ്ങാറില്ല, മക്കളെവിടെ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണമേ. കാരണം വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന, ലോകത്തൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഘോരാന്ധകാരത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിങ്ങൾ പതിക്കേണ്ടി വരും. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നേരത്തെ സ്റ്റേജിൽ നിന്ന് ആയത്തിന്റെ പിൻഭാഗങ്ങളിൽ കൃത്യമായ പാരായണം നടത്തി അതിന്റെ മേൽഭാഗവും താഴ്ഭാഗവും ഉസ്താദ് ചോദിക്കുന്നതിനനുസരിച്ച് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പല രക്ഷിതാക്കളുടെയും രോമാഞ്ചമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ശ്രോതാവെന്ന നിലയിൽ എനിക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ഇരിക്കുന്ന ഇതേ ഇരുത്തം പോലെ ബാപ്പയെയും ഉമ്മയെയും ഒരിക്കൽ കൂടി പടച്ച റബ്ബ് പരലോകത്ത് കൊണ്ടുവരും. ആ രംഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്ന വചനമുണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി. എന്റെ രക്ഷിതാക്കളെ, നിങ്ങൾ തമ്മിൽ കാണും, വാപ്പാര് മരിച്ചുപോയ മക്കളും മക്കള് മരിച്ചുപോയ വാപ്പാരും ആശങ്കപ്പെടല്ലേ. ഒരിക്കൽ കൂടി പടച്ചോൻ നിങ്ങളെ മുഖാമുഖം കാണിച്ചു തരും. അന്ന് നിങ്ങൾ അള്ളാന്റെ തീരുമാനത്തിലായിരിക്കും, അന്ന് സൂര്യൻ ഒരു ചാണ് മുകളിലായിരിക്കും, അന്ന് നിങ്ങൾ നഗ്നരായിരിക്കും, അന്ന് നിങ്ങൾ നരകം കാണിക്കപ്പെടും, അന്ന് നിങ്ങൾക്ക് സ്വർഗം കാണിക്കപ്പെടും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ എന്ന് പഠിപ്പിക്കപ്പെട്ട ഹശർ എന്ന മൈതാനിയിൽ വാപ്പയും മക്കളും ഒരുമിച്ച് നിൽക്കും. അന്ന് അവര് റബ്ബിനോട് പറയും, നാദാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി. ഈ ദിവസത്തിന്റെ ഭയാനകതയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, എനിക്ക് നീ രക്ഷ നൽകുകയാണെങ്കിൽ, ബിബനി, എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും. തേനും പാലും കൊടുത്ത് ഞാൻ വളർത്തിയ മക്കൾ, കണ്ണു നിറയാതെ ഞാൻ കൊണ്ടു നടന്ന മക്കൾ, ആവശ്യങ്ങൾ ഓരോന്നും തേടിപ്പിടിച്ച് പൂർത്തീകരിച്ചു കൊടുത്ത മക്കൾ, എനിക്ക് കിട്ടാത്ത പലതും ഞാൻ കൊടുത്തു വളർത്തിയ എന്റെ മക്കളാണ് റബ്ബേ ഈ നിൽക്കുന്ന 4-5 എണ്ണം. അതുകൊണ്ട് ബിബനി, മക്കളെ നീ എടുത്തോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി. അത് റബ്ബിന് വേണ്ട എന്ന് റബ്ബ് തിരിച്ചു പറയുമ്പം രണ്ടാമത് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വസ്വാഹിബതിഹി, എന്റെ കൂടെ കൂടിയ പെണ്ണാണ് റബ്ബേ ഇവൾ, എന്റെ കൂടെ കൂടിയ ആണാണ് റബ്ബേ അയാൾ. എന്റെ 19ാമത്തെ വയസ്സിൽ വിവാഹം എന്ന സ്വപ്ന ലോകത്തേക്ക് ഞാൻ പ്രവേശിക്കുമ്പോ നാഥന്റെ സ്വർഗം ആഗ്രഹിച്ച് ഒരു ദാമ്പത്യം സ്വപ്നം കണ്ട് എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ തുണയായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് റബ്ബേ അയാൾ, എന്റെ ഭാര്യയാണ് റബ്ബേ അവൾ.
അതുകൊണ്ട് നാഥാ അവളെ പകരമെടുത്ത് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം. അതും റബ്ബിന് വേണ്ടാന്ന് തോന്നുമ്പം വീണ്ടും ചിരിച്ചു ചോദിക്കും, വഅഖീ, എന്റെ കുടുംബം, എന്റെ രക്തം, എന്റെ കാർന്നോര്, എന്റെ അനിയന്, എന്റെ കുടുംബമുണ്ട് റബ്ബേ. ആരെ വേണമെന്ന് പറഞ്ഞാലും നിനക്ക് ഞാൻ പകരം തരും നാഥാ. അതും റബ്ബിന് വേണ്ടെന്ന് പറയുമ്പം വീണ്ടും കണ്ണുനീരോടെ ചോദിക്കും, വഫസീലത്തി ഇല്ലത്തി തുഹ്വീ വമൻ ഫിൽ അർളി ജമീആ, ഈ ഭൂലോകത്ത് എനിക്ക് തന്നതിൽ നിന്ന് എന്ത് ഞാൻ തിരിച്ചു തന്നാലാണ് റബ്ബേ എന്റെ ഖബറ്, എന്റെ ആഹറം, എന്റെ നരകം നീ എനിക്കൊന്ന് മാറ്റിത്തരിക എന്നവൻ കണ്ണുനീരോടെ ചോദിക്കുമ്പോ അള്ളാഹു തിരിച്ചു പറയും, കല്ലാ ഇന്നഹാ ലളാ, മിണ്ടരുതടോ മിണ്ടരുത്, കാരണം നിന്റെ പരിധി അവസാനിച്ചിരിക്കുന്നു, നിന്റെ സമയം തീർന്നിരിക്കുന്നു. അതോടുകൂടി കണ്ണുനീരോടെ നാഥന്റെ മുൻപിൽ അപമാനിക്കപ്പെട്ടൊരവസ്ഥ ആ രക്ഷിതാക്കൾക്കും മക്കൾക്കും അള്ളാന്റെ കോടതിയിൽ അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും? ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി, നിങ്ങളെ മോനത്ര ശരിയല്ല, നിങ്ങളെ മോളത്ര ശരിയല്ല, കുട്ടിന്റെ പോക്കത്ര ശരിയല്ല, ബസ് കയറലും ക്ലീനറോട് വർത്താനം പറയുന്നൊന്നും അത്ര സുഖം കാണുന്നില്ല എന്നൊരാള് പറയുമ്പോഴേക്കും നമുക്കത് വല്ലാതെ മാനസികമായ വെപ്രാളുണ്ടാക്കും. ഒന്ന്, നമ്മളെ മക്കള് പേച്ചുപോയോ എന്നുള്ള ബേജാറ്. രണ്ട്, ഇതാരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്നുള്ള ബേജാറ്. ഇത് രണ്ടും ഈ ദുനിയാവിൽ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും സങ്കടപ്പെടേണ്ടി വരും എന്നോരോ രക്ഷിതാക്കളും സ്വന്തം കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് ഗൗരവത്തോടെ നമ്മളെ ജീവിതത്തിന്റെ ചിട്ടകളുമായി ഇറങ്ങിയാൽ റബ്ബ് തരും നമ്മൾ ആഗ്രഹിക്കുന്ന മക്കളെ. നമ്മളെ നിയ്യത്ത് നന്നാവണം. ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയൊരു ദാറുൽ ഫുർഖാനിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുമ്പോ 2000-ൽ എന്റെ വാപ്പയും എന്റെ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനം കൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കണേ. അന്ന് SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ ചെറിയ പണിക്കും സിമന്റും കട്ടന്റെ പണിക്കും അതേപോലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ പോകും. ഇടയ്ക്ക് ചിലപ്പോ കോളേജിലും ഒന്ന് പോകും. അന്ന് ആ നിലക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ആരോ ഒരാള് ബസ് കണ്ടക്ടറായ വാപ്പനോട് എടവണ്ണ അറബിക് കോളേജിനെ പറ്റി സംസാരിക്കുന്നു. അന്ന് പിറ്റേന്ന് നേരം വെളുത്തപ്പൻ ലീവ് എടുത്ത് വീട്ടിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിൽ വെച്ചെന്നിട്ട് പറഞ്ഞു, ഒരു സ്ഥലം വരെ പോണം. എവിടേക്കാന്ന് പോലും അറിഞ്ഞൂടാത്ത ഞാൻ കൂടെ ചെന്നു. എടവണ്ണ ജാമിയ നദിവേലി ചേർത്തു. 134ാമത്തെ അഡ്മിഷനായിട്ട് ആ അറബിക് കോളേജിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എന്റെ അനുഭവത്തില്. ആദ്യം കയറി ചെന്നപ്പോ അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനോട് ചോദിച്ചു, മാഹുവ തൗഹീദ്. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ട് തന്നെയല്ല. മാഹുവ തൗഹീദ് എന്ന് കേട്ടപ്പോ ഞാൻ ആകെ വെപ്രാളപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പഠിച്ചു എന്താണ് തൗഹീദ് എന്ന്, എന്താണ് റിസാലത്ത് എന്ന്, എന്താണ് നുബുവത്ത് എന്ന്, എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യാന്ന്, എന്താ തൗഹീദുർ റുബൂബിയ്യാന്ന്, എന്താ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇന്ന് 20-25 വർഷങ്ങൾക്കിപ്പുറം ഇത്രയും മനുഷ്യർക്ക് മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പാ എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം അന്ന് അറബിക് കോളേജ് കൊണ്ടുവച്ച് ചേർക്കുക എന്നുള്ളതായിരുന്നു. അന്ന് അറബിക് കോളേജിൽ ചേർക്കാൻ പോയി തിരിച്ച് മാസത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പോ എന്നോട് എന്റെ നാട്ടിൽപ്പെട്ട ചിലര് ചോദിച്ച ചോദ്യം എപ്പോഴും എന്റെ ചെവിയിലുണ്ട്, ഈ മൊയ്ലിയാരാവാൻ പഠിക്കുക, എനിക്ക് വേറൊന്നും പഠിക്കാനില്ലേ എന്ന് ചോദിച്ച ചോദ്യം ഇന്നും നെഞ്ചിനുള്ളിലുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ എടുത്ത ആ തീരുമാനത്തിൽ ഇന്നും ഓരോ വക്തിനും ഓരോ പ്രസംഗത്തിലും എന്റെ ഹൃദയം തൊട്ട് ഞാൻ പറയുന്നുണ്ട്, നാഥാ എന്നേക്കാൾ കൂലി എന്റെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇങ്ങി കൊടുക്കണേ റബ്ബേ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. വേണ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഗൗരവത്തോടെ നമ്മൾ ആ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഒരിക്കൽ മഹാനായ ഉമറിന്റെ അരികിൽ വന്നിട്ട് ഒരു സ്വഹാബി പറഞ്ഞു, ഉമറെ, എന്റെ കുട്ടി പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, എന്ത് ചോദിച്ചാലും പറഞ്ഞാലും കുട്ടിക്ക് തർക്കുത്തരാ, അതുകൊണ്ട് നിങ്ങളൊന്ന് എന്റെ കുട്ടീനെ ഒന്ന് ഉപദേശിക്കണം. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ആളയച്ചു വരുത്തി. മദീനത്തെ പള്ളിയുടെ മുറ്റത്തിരുന്ന് ആ കുട്ടിക്ക് കുറെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ഉമ്മനെയും ബാപ്പനെയും അനുസരിക്കണം, അവര് പറയുന്നൊക്കെ കേൾക്കണം, അവരോട് നല്ല നിലക്ക് പെരുമാറണം. ഇതൊക്കെ കേട്ട് ആ കുട്ടീനോട് ഉമർ ചോദിച്ചു, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുട്ടി പറഞ്ഞു, മനസ്സിലായി ഉമറെ.
ശരി എങ്കിൽ അതുപോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി എഴുന്നേറ്റ് സലാം പറഞ്ഞു, 2 അടി നടന്നു. നടന്ന കുട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ഉമർ, എനിക്ക് അങ്ങയോടൊരു തിരിച്ചു ചോദ്യമുണ്ട്. മദീന പള്ളിയിൽ കൂടിയിരിക്കുന്ന സഹാബാക്കളൊക്കെ അങ്ങനെ അമ്പരന്ന് നിൽക്കുക. കാരണം ഉമറിന്റെ നേരെ നോക്കിയിട്ട്, ഉമറെ, എനിക്ക് നിങ്ങളോടൊരു തിരിച്ചു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയുന്നത് അന്ന് സഹാബാക്കൾക്ക് പോലും അത്ഭുതമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ സംസാരിക്കാൻ അത്രയും മനക്കെട്ടുള്ളവനെ സാധിക്കായിരുന്നു. അതുകൊണ്ടാ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞതും ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ. ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാം നശിച്ചു തുടങ്ങുന്നു. സത്യ ചരിത്രം പഠിച്ച ഒരു മനുഷ്യൻ അത് നിഷേധിക്കാൻ പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വേഷം മാറി ഇസ്ലാമിലേക്ക് കയറിക്കൂടിയ ഖവാരിജികളുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ ഷിയ വിഭാഗത്തിൽപ്പെട്ട അന്നത്തെ ജൂതന്മാരുടെ വേഷം മാറി വന്ന ആ കള്ള ജൂതൻ ഉമറിനെ കൊന്നതോടുകൂടിയ ഇസ്ലാമിക ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്. നബി തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഫിത്നത്തു മിൻഹ, ഫിത്തിന വരുന്നതും ഉമറിന്റെ ആ ഭാഗത്ത് ഉമർ തകർക്കപ്പെടുന്നതോടുകൂടിയായിരിക്കും. അത് വേറൊരു വിഷയ. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ച, കുറെ ചരിത്രം പഠിച്ചാലുണ്ടല്ലോ ഇസ്ലാമിനെ വാരിപ്പൊണരാനല്ല, ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് നെഞ്ചിപ്പെട്ടി പിടിച്ച് കടന്നോർക്കാൻ തോന്നും. അത്രക്ക് മനോഹര ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങൾ പോലും ആ കാലഘട്ടത്തിൽ അള്ളാന്റെ നബിത്തങ്ങൾ വിശദീകരിച്ച്. ആ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ കുട്ടീനോട് ചോദിച്ചു, പറമോനെ, എന്താ എനക്കുള്ള ചോദ്യം? ഉടനെ ആ കുട്ടി ചോദിച്ചു, ഉമറെ, മാതാപിതാക്കളോട് ചെയ്യേണ്ടതിനെ പറ്റി താങ്കൾ മഹത്വത്തോടെ സംസാരിച്ചു. ഇസ്ലാമിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ടതേ ഉള്ളൂ, അള്ളാന്റെ പ്രവാചകൻ മക്കളോട് ചെയ്യേണ്ടതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ഉമറിന്റെ കണ്ണിങ്ങനെ നിറയാൻ തുടങ്ങി. സഹാബാക്കൾ ഇങ്ങനെ അമ്പരന്ന്, ഉമർ എന്താ ചെയ്യുന്നതെന്നറിയാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് പറയും, ഉണ്ട് മോനെ, മക്കളോടും രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്. എങ്കിൽ പറ ഉമർ, എന്താണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ? ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ച് മുന്നിലിരുത്തിയിട്ട് പറയും, ഒന്നാമത്തെ കടമ, ആ കുട്ടിക്ക് നല്ലൊരു വാപ്പനെ കൊടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഉമ്മയെ കൊടുക്കണം. അത് വാപ്പന്റെ കടമയാണ് നല്ലൊരു ഉമ്മനെ കൊടുക്കൽ, ഉമ്മന്റെ കടമയാണ് നല്ലൊരു വാപ്പനെ കൊടുക്കൽ. കുട്ടി തലയാട്ടിയിട്ട് പറയും, ബലാ സുമ്മ. വെറുപ്പോടെ കുട്ടി ഇങ്ങനെ തലയാട്ടിയിട്ട് പറയും, സുമ്മ. അടുത്തത് പറ ഉമറെ, അടുത്തതെന്താ? വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറയും, ആ കുട്ടിക്ക് പടച്ചോന്റെ അടുത്ത് പരിചയപ്പെടുത്താൻ പറ്റുന്ന അർത്ഥമുള്ള നല്ല നാമം കൊണ്ട് ആ കുട്ടിയെ പരിചയപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ നല്ല പേരിടണം, അർത്ഥമുള്ള പേര്. കാരണം ആ പേര് വെച്ചിട്ടാണ് പടച്ചോൻ അള്ളാന്റെ അടുത്തേക്ക് അള്ളാഹു അവരെ പരിഗണിക്കുന്നതും പരിചയപ്പെടുന്നതും. കുട്ടി വീണ്ടും തലയാട്ടിയിട്ട് പറഞ്ഞു, വൈലക്കും സുമ്മ, നാശം. അടുത്ത് പറ ഉമറെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മക്കൾക്ക് വേണ്ടി ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന വാപ്പയും മെയ്യായിരിക്കും. മക്കളുടെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന അമ്മയും വാപ്പയായിരിക്കും അവര് ദുനിയാവില്. മൂന്നാമത്തതും കൂടി കേട്ടപ്പോ ആ കുട്ടി കയ്യുയർത്തിയിട്ട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, നിർത്തിക്കോ ഉമറെ, നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ മോനെ? ഇത് മൂന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഉമറെ, ഇത് മൂന്നും എനിക്ക് എന്റെ മാതാപിതാക്കൾ തന്നിട്ടില്ല ഉമറെ. ഉമറിനോട് പറഞ്ഞു, ഉമറെ, ആദ്യം നിങ്ങൾ പറഞ്ഞല്ലോ നല്ലൊരു വാപ്പനെ തരണം, നല്ലൊരു ഉമ്മനെ തരണം. എന്റെ വാപ്പ തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് പണമുണ്ടാക്കാൻ മത്സരിച്ചോടുന്ന ഒരു വാപ്പയാ. അദ്ദേഹം അനുസരിക്കുന്നില്ല നിന്നെ പരാതി പറഞ്ഞത് ഞാൻ നിസ്കരിക്കാത്തതോ നോമ്പോൽക്കാത്തതോ അല്ല, അയാളെ തോട്ടത്തിൽ പണിയെടുക്കാൻ ഞാൻ ചെല്ലുന്നില്ല എന്നാ. ദുനിയാവിന് വേണ്ടി പരക്കം പാഞ്ഞ് പൈസ ഉണ്ടാക്കണം, നാട്ടുകാർക്കിടയിൽ ഈഗോ കാണിച്ച് പൊങ്ങച്ചം കാണിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വാപ്പയാണ് ഉമറെ എന്റെ വാപ്പ. എന്റെ ഉമ്മയാവട്ടെ തിന്നണം തിന്നണം എന്നിട്ട് ആളുകൾക്കിടയിൽ ഷോ കാണിച്ച് ജീവിക്കണം, പട്ടിന്റെ വസ്ത്രം ധരിക്കണം, നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ ധരിക്കണം എന്ന മോഹത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ഉമ്മയാണ് ഉമറെ എന്റെ ഉമ്മയും. എനിക്ക് നല്ലൊരു ഉമ്മനെ വാപ്പ തന്നിട്ടില്ല, നല്ലൊരു വാപ്പനെ ഉമ്മയും തന്നിട്ടില്ല. ഞാൻ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക, ആദ്യം ആണുങ്ങളോട് ചോദിക്കുക, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല ഉമ്മനെ കൊടുത്തിരുന്നോ? നല്ലൊരു ഉമ്മനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നോ? ഉമ്മാരോട് ചോദിക്കുന്നു, നല്ലൊരു വാപ്പനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നോ? രണ്ടാമത് ചോദിച്ചു, ഉമറെ, നല്ലൊരു പേരിടണം നല്ലേ, നല്ലൊരു പേരിടണം നല്ലേ നിങ്ങൾ പറഞ്ഞു. എന്റെ പേരിന്റെ വാപ്പ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ എന്റെ പേര് 4 ആള് കൂടുന്ന സദസ്സിൽ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത പേരാണ് ഉമറെ എന്റെ മാതാപിതാക്കൾ എനിക്ക് ഇട്ടത്. എന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ?
കുതിരയുടെ പച്ച ചാണകത്തിന് എന്താണോ അറബിയിൽ പേര്, അതാണ് എന്റെ പേര്. കുതിരയുടെ പച്ച ചാണകത്തിന് എന്താണോ അറബിയിൽ പേര്, അതാണ് എന്റെ പേര്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ഇത് ഇന്നത്തെ കാലത്ത് നമുക്കുള്ള സ്വഭാവമാണ്. ഈ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ പേരിന്റെ അർത്ഥം അറിയാം? എവിടുന്നാ അങ്ങനെ ഒരു വെറൈറ്റി പേര് കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലര് പറയും, നാത്തൂന്റെ ഇളയമന്റെ മോളെ മക്കളുണ്ട് കണ്ണൂർ ഇരിട്ടിയില്, അവിടെ നിട്ടപ്പം നല്ല രസം തോന്നി, ഇതുവരെ കേൾക്കാത്തൊരു പേരാ, ഞാൻ ഇഞ്ച മക്കൾക്ക് ഇട്ട്. അങ്ങനത്തെ എത്ര പേരുകളുണ്ട് എന്നറിയാവോ ഇന്നും സമൂഹത്തില്? സന ഫാത്തിമ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം അംഗീകരിച്ചതാ. സന ഒരു പൂമൊട്ട് എന്ന് പറയുന്നുണ്ട്, വർഷം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. ഇന്നൊന്നും കൂടി ചിലർ പരിഷ്കരിച്ചു, സന ഫാത്തിമ. എന്താ സന എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിക ചരിത്രത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മദീനത്തെ മിമ്പറിൽ വെച്ച് റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. സദസ്സിലിരിക്കുന്ന സഹാബാക്കൾ ചിലർ ചോദിച്ചു, വ്യഭിചരിച്ചാലും ആ പാപം പുറത്തു കിട്ടുമോ നബിയെ? മിമ്പറിൽ വെച്ച് തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ വ്യഭിചരിച്ചാലും വ്യഭിചാരിണികളാണെങ്കിലും അള്ളാഹ് പുറത്തു തരും. അപ്പൊ സന എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി. ഇന്നും ആ പേരിടുന്നവരുണ്ട്, ഏതെങ്കിലും രണ്ടക്ഷരം കൊണ്ട്. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, മൗലവി ഒരു പേര് നിങ്ങളെ വാട്സപ്പ് കിട്ടി, നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു തരണം. ദുനിയാവിൽ അങ്ങനെ ഒരു പേര് അറബി ഭാഷയിൽ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇത് എവിടുന്നാ കിട്ടി? അത് പേർഷ്യൻ ഭാഷയിൽ ഗ്രീക്കിൽ നിന്നുണ്ടായതാണെന്നാണ് ഞാൻ അടിച്ചു നോക്കിയപ്പം ജമിനി പറഞ്ഞു. എന്തിനാ അപ്പൊ അങ്ങനെ ബേജാറാവുന്നത്? നല്ല പേരുകൾ പടച്ചോന്റെ ദുനിയാവിൽ ഉണ്ടാകുമ്പോ അർത്ഥറിഞ്ഞൂടാത്ത ഏതോ പേരിന്റെ പിന്നാൽ ഇപ്പോഴും റൗസൽ ഇടുന്നവരൊക്കെ ഉണ്ട്. എന്താ റൗസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം? ഉണക്കക്കാട്ടെന്നാ. സത്യം. ഇപ്പോഴൊന്ന് പരിശോധിച്ച് നോക്കി, ഇതെന്തിടണം എന്ന് പോലും അറിഞ്ഞൂടാത്ത ആളുകളുണ്ട്. നമ്മളെ മക്കളോട് നമ്മൾ നീതി കാണിച്ചിട്ടുണ്ടോ? വാപ്പന്റെ പേര് വെച്ചിട്ടായിരിക്കും ആ മക്കളെ പരലോകത്ത് അള്ളാഹ് പരിഗണിക്കുക.